പാലക്കാട് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ ബി.ജെ.പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമായി മാറി. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വാഹനത്തിൽ കയറ്റിയ നരേന്ദ്രമോദി മലപ്പുറം മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിനെ വാഹനത്തിൽ കയറ്റുന്നതിൽ നിന്ന് ഒഴിവാക്കി. കെ രാജേന്ദ്രൻ വിശദീകരിക്കുന്നു. വിചാരധാരയാണ് സംഘപരിവാറിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം, RSSന്റെ മൗലിക ഗ്രന്ഥം. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 3 ശത്രുക്കളാണ് RSSനുള്ളത്. 1 മുസ്ലിം മതവിശ്വാസികൾ, 2 ക്രിസ്തു മതവിശ്വാസികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ വെറുപ്പിൻ്റെ ഈ പ്രത്യയശാസ്ത്രം വാശിയോടുകൂടി RSS ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. RSSന്റെ രാഷ്ട്രീയ രൂപമായ BJP അത് ഏറ്റെടുത്തിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. എന്താണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടമെന്ന് ഇന്ന് പാലക്കാട് നഗരത്തിൽ കാണാൻ സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റോഡ് ഷോ നടത്തി. ഈ റോഡ് ഷോയിലേക്ക് 3 BJP സ്ഥാനാർത്ഥികളെ ക്ഷണിച്ചിരുന്നു. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, പൊന്നാനി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ നിവേദിത, മലപ്പുറം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ ഡോക്ടർ അബ്ദുൾ സലാം. എന്നാൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ആ വാഹനത്തിലേക്ക് 2 പേരെയാണ് കയറ്റിയത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെയും പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നിവേദിതയെയും കയറ്റി. അതേസമയം മലപ്പുറത്ത് മണ്ഡലത്തിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ അബ്ദുൾ സലാമിനെ വാഹനത്തിൽ കയറ്റിയില്ല. അദ്ദേഹം പൊരിവെയിലും കൊണ്ട് വെറും കാഴ്ചക്കാരനായി റോഡരികിൽ നിൽക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. എന്താണ് ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം? മോദിക്കൊപ്പം ആ വാഹനത്തിൽ കയറി BJP പ്രവർത്തകർക്ക് നേരെ കൈകൊണ്ടെല്ലാം വീശി അവർക്കെതിരെ എല്ലാം തന്നെ അവരുടെ ഈ ആവേശത്തിലെല്ലാം പങ്കാളികളായ 2 സ്ഥാനാർത്ഥികൾ കൃഷ്ണകുമാറും നിവേദിതയും ഹിന്ദുക്കളായിരുന്നു. അതേസമയം വെറും കാഴ്ചക്കാരനായി വെയിലും കൊണ്ടു നിന്ന അബ്ദുൾ സലാം മുസ്ലിമായിരുന്നു. ഇതാണ് BJP ന്യൂനപക്ഷങ്ങളോട് കൈക്കൊള്ളുന്ന ഒരു സമീപനം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്താകെ 20 കോടി മുസ്ലിങ്ങളുണ്ട്. നമ്മുടെ ജനസംഖ്യയിലെ 11% മുസ്ലിങ്ങളാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മുസ്ലിം മതവിശ്വാസിയായ മന്ത്രിയില്ല. ഇതാണ് മുസ്ലിം മതവിശ്വാസികളോട് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ BJPയും എല്ലാം കൈക്കൊള്ളുന്ന സമീപനം. എന്നാൽ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി അബ്ദുള്ളക്കുട്ടിയെ പോലെ BJPക്ക് ചുറ്റും ഓടിക്കൂടുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അനിൽ ആൻ്റണി അതെല്ലാം ഇതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. അവരെല്ലാം മനസ്സിലാക്കുക, BJP ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അവർ മതപരമായ രീതിയിൽ വേർതിരിവുണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ഈ എല്ലാ മലയാളികളും തന്നെ പ്രതികരണം എന്താണെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു നേതാവുണ്ട്. അയാളുടെ പേരാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് പാലക്കാടുണ്ടായ ഈ ഒരു കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയാം. കേരളം ഒരുപക്ഷെ ഇത്തരം വിവേചനങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഈ രീതിയിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ മതപരമായ രീതിയിൽ വിവേചനത്തോടു കൂടി പെരുമാറുന്ന ഒരു രംഗം ഇതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനോടെല്ലാം പ്രതികരിക്കേണ്ടതാണ്. അദ്ദേഹം തെരുവിലിറങ്ങി പ്രതിഷേധിക്കാറുണ്ട്. ഈ ഒരു ക്രൂരകൃത്യത്തോട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്നറിയാൻ എല്ലാ കേരളീയർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നീതികേടിനെതിരെ ചുണ്ടനക്കില്ല. കാരണം എല്ലിൻ കഷ്ണം വാങ്ങി മിണ്ടാതിരിക്കുന്ന നേതാക്കളെയാണ് BJPക്കും നരേന്ദ്രമോദിക്കുമെല്ലാം ആവശ്യം.